ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് ബസ്മതി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രമായിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ പച്ചക്കറികളായിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സെലറി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒനിയനും എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയനും സെലറിയും ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് നമുക്കുണ്ടാക്കാം. പിന്നെ ഞാൻ സോയാ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുരുമുളക്, പിന്നെ പച്ചക്കറി വഴറ്റാനായിട്ട് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ. പിന്നെ ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ ചേർക്കും. അപ്പോഴാണ് ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കുള്ള ഒരു ഫ്ലേവറൊക്കെ കിട്ടുക. വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഓയിൽ ചൂടാകുമ്പം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സെലറി ചേർക്കുക. സെലറി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. ഈ സമയത്ത് സെലറി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ക്യാരറ്റും ബീൻസും ഒക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പച്ചക്കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മളിനി സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോറ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക. ഇപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ചേർക്കാം. ക്യാബേജ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജും വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. തീ നല്ലപോലെ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്തിളക്കാം. ഇതിനിടയ്ക്ക് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ടാണ് ചോറിടുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസിലേക്ക് ആ ചോറ് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ചേർക്കാം.
ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.